തൃശ്ശൂരിൽ രാവിലെ മുതൽ കനത്ത മഴയിൽ റോഡുകൾ മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് കുഴിയടയ്ക്കാനുള്ള ടാറിംഗ് യത്നത്തിലായിരുന്നു കരാറുകാർ ഉണ്ടായിരുന്നത്. കൊടും മഴയിൽ ടാർ പിടിക്കില്ലെന്നറിഞ്ഞിട്ടും കരാറുകാരുടെ പണി തുടരുകയായിരുന്നു. ടാറിംഗ് പ്രവൃത്തി കണ്ട പൊതുപ്രവർത്തകനായ ഷാജി കോടങ്കണ്ടത്ത് പ്രതിഷേധമുയർത്തിയതോടെയാണ് ടാറിംഗ് പൂർത്തിയാക്കാതെ ജോലിക്കാർ മടങ്ങിയതും. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ, ഇതെന്ത് കഥ എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിലാണ് ടാറിംഗ് നടത്തിയിരുന്നത്. മഴ ഇങ്ങനെ തോരാതെ പെയ്യുകയായിരുന്നു. ആ ഭാഗത്ത് ടാർ ചെയ്യുന്ന തൊഴിലാളികളെയും നമുക്ക് കാണാമായിരുന്നു. ഇത്ര ബോധമില്ലാതെയാണോ മഴയത്ത് ടാറിംഗ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോവും. വിനീത, രാവിലെ 7 മണി മുതൽ 8:30 വരെ തൃശ്ശൂരിൽ അതിതീവ്ര മഴയായിരുന്നു. ആ മഴ കനത്ത് അതിൻ്റെ ഏറ്റവും പീക്കിലെത്തുമ്പോഴാണ് തൃശ്ശൂരിലേക്ക് ഷാജി കോടങ്കണ്ടത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാരാർ റോഡ്, അതായത് സ്വരാജ് റൗണ്ടിനെയും പിന്നെ റെയിൽവേ സ്റ്റേഷനെയും അതുപോലെ തന്നെ KSRTCയിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡാണ്. തൃശ്ശൂരിലെ ഒട്ടുമിക്ക റോഡുകളും കുഴിമയമാണ്. ആ കുഴി അടയ്ക്കാൻ കണ്ടെത്തിയ സമയം എന്ന് പറയുന്നത് ഈ മഴ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തുടങ്ങാം, ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് തുടങ്ങാം എന്ന് തീരുമാനിച്ച് കരാറുകാരൻ അങ്ങോട്ട് ഇറങ്ങി. കനത്ത മഴ പെയ്യാണ്. ആദ്യ കുഴി അടയ്ക്കൽ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇങ്ങനെ ചെറുതും വലുതുമായ നിരവധി കുഴികൾ ഇന്ന് അടച്ചു തീർക്കണമെന്ന വാശിയോടുകൂടി കരാറുകാരൻ രാവിലെ തന്നെ അരയും തലയും മുറുക്കി വരുന്നു. ഈ സമയത്താണ്, ഇതിന് ഓപ്പോസിറ്റാണ് ഷാജി കോടങ്കണ്ടത്തിൻ്റെ ഓഫീസ്. ഷാജി കോടങ്കണ്ടത്ത് ഇത് കാണുന്നു. കരാറ് ഈ പണി നിർത്താൻ ആവശ്യപ്പെടുന്നു, ലഹളയാവുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞാനിവിടെ 8:30 സമയത്ത് എത്തുമ്പോൾ ഇവിടെ കനത്ത മഴയാണ്. ഈ തൃശ്ശൂർ ടൗണിൽ മുഴുവൻ വെള്ളക്കെട്ടാണ്. അപ്പോൾ വെള്ളക്കെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോഴാണ് ഒരു ട്രക്കും അതിൻ്റെ പിന്നിൽ ഒരു ടാർ മിക്സിംഗ് യൂണിറ്റുമായി വന്നിട്ട് ഒരു പണിക്കാരൻ ഉള്ളിലുണ്ട്. ഒരു പണിക്കാരൻ ഷവൽ ഉപയോഗിച്ചിട്ട് ഈ കുഴി അടയ്ക്കണം. ഈ കുഴി ഇന്നലെ എൻ്റെ സുഹൃത്ത് രവി താണിക്കൽ ഈ കുഴിയിൽ വീഴാൻ പോയ കാര്യം എന്നോ പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഈ മഴയത്ത് എന്തിനാണ് അടയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു പ്രതികരണമില്ല. അവർ ഈ കുഴി അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഈ പണി നിർത്തണം. നിങ്ങളിത് നികുതി പണമാണ് ഇത് ദുർവിനിയോഗം ചെയ്യുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. 3 ആളുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ തൃശ്ശൂരിൽ കുഴിയിൽ വീണ് അപകടത്തിൽ മരിച്ചത്. അതുകൊണ്ട് ഈ അശാസ്ത്രീയമായി ഈ കുഴി അടയ്ക്കണം, നിർത്തണം എന്ന് പറഞ്ഞ് ഞാൻ അവരുമായിട്ട് വാക്തർക്കത്തിൽ ഏർപ്പെട്ടു. അതിനെ തുടർന്നാണ് അവരെ നിർത്തിയപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ആ യൂണിറ്റ് ഓഫ് ആക്കുമ്പോൾ അതിലെ വിറകും സാധനങ്ങൾ ഇവിടെ ഇട്ടിട്ട് അവർ പോവുക ചെയ്തത്. അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ട് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്, നികുതി പണത്തിൻ്റെ ദുർവിനിയോഗമാണ്. ഒരുപക്ഷെ വിനീത, ഈ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് മഴ ഏതാണ്ട് പൂർണ്ണമായി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂർ നഗരത്തിൽ ഒട്ടുമിക്ക കുഴികളും കരാറുകാരൻ ഭംഗിയാക്കി അടച്ചു പോയേനെ. പക്ഷെ പിറ്റേ ദിവസം അത് വീണ്ടും പൊളിഞ്ഞു പോയേനെ. അത് അടയ്ക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സൂത്രപ്പണി എന്ന പോലെ അത് കുറച്ച് കല്ലോ മണ്ണോ വാരിയിട്ട് അല്ലെങ്കിൽ ടാറിംഗ് നടത്തി പോയേനെ. ജെയ്സൺ പറഞ്ഞതുപോലെ നാളെ മഴ പെയ്താൽ അത് വീണ്ടും പോകും. ആ ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാം. തൃശ്ശൂർ കോർപ്പറേഷൻ കോരിച്ചൊരിയുന്ന മഴയത്തും മാരാർ റോഡിൽ നടക്കുന്ന ടാറിങ്ങാണ് ഈ കാണുന്നത്. ഇവിടെ കോരിച്ചൊരിയുന്ന മഴയാണ്. തൃശ്ശൂർ ഈ കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഴ പെയ്യുമ്പോൾ ടാറ് ചെയ്യുന്ന വിദ്യ കോരിച്ചൊരിയുന്ന മഴ, ആ മഴയത്ത് ടാറ് ചെയ്യുക. കഷ്ടം. ഇതിനൊക്കെ എന്തെന്നാ പറയേണ്ടതാണ്. മാരാർ റോഡാണ് ഈ കാണുന്നത്. ഈ മാരാർ റോഡിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ശരി, ഏതായാലും പ്രതിഷേധം ഉയർത്തിയതോടെ കരാറുകാർ അല്ലെങ്കിൽ ജോലിക്കാർ ആ പണി നിർത്തി പോവുകയായിരുന്നു. ജെയ്സൺ ആണ് വിവരങ്ങൾ നൽകിയത്.